നമസ്കാരം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അസ്തമിക്കത്ത സൂര്യപ്രഭയ്ക്ക് മുന്നിൽ ഒരു കാലത്ത് ലോകം വിറച്ചു നിന്നിരുന്നു. എന്നാൽ ആ കരുത്തുറ്റ സാമ്രാജ്യത്തിന് പോലും ഒരു കാലത്ത് സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ വ്യാപാരിയുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നുവെന്ന കൗതുകകരമായ ചരിത്രമാണ് മധ്യപ്രദേശിലെ സെഹോർ എന്ന കൊച്ചു പട്ടണത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു ഇടപാടിൻ്റെ രേഖകൾ കാലത്തിൻ്റെ കരിനിഴൽ വീണ പെട്ടുകളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നൽകിയ ഒരു വലിയ കടത്തിൻ്റെ കഥയായി മാറി. ഇന്ത്യയുടെ കൊളോണിയൽ ചരിത്രത്തിലെ അജ്ഞാതമായ ഒരു ഏടിലേക്ക് വെളിച്ചം വീശുന്ന ഈ സംഭവം കേവലം ഒരു പണമിടപാടല്ല, മറിച്ച് ഒരു പ്രബല കുടുംബത്തിൻ്റെ നഷ്ടപ്പെട്ട അവകാശവാദത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. ഏകദേശം 109 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളിൽ ലോകം ഉലയുന്ന കാലത്താണ് ഈ കഥയുടെ തുടക്കം. സെഹോറിലെയും ഭോപ്പാൽ നാട്ടുരാജ്യത്തിലെയും ഏറ്റവും ധനികനും സ്വാധീന ശക്തിയുള്ള വ്യാപാരിയുമായിരുന്ന സേഠ് ജുമ്മുലാൽ റുത്തിയയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് 35,000 രൂപ കടമെടുത്തതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഈ തുക നിസ്സാരമായി തോന്നാമെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു വൻ തുകയായിരുന്നു. യുദ്ധകാലത്തെ ഭരണപരമായ ആവശ്യങ്ങൾക്കും ഭോപ്പാൽ നാട്ടുരാജ്യത്തിലെ ഭരണ സംവിധാനം സുഗമമാക്കുന്നതിനുമായി വാർ ലോൺ അഥവാ യുദ്ധ വായ്പ എന്ന പേരിലാണ് ഈ തുക കൈപ്പറ്റിയത്. എന്നാൽ ദശകങ്ങൾ പിന്നിട്ടിട്ടും ഈ തുക ബ്രിട്ടീഷ് സർക്കാർ തിരികെ നൽകിയില്ല എന്നാണ് റുത്തിയ കുടുംബം ആരോപിക്കുന്നത്. ഈ ചരിത്രരേഖകളുടെ കണ്ടെത്തൽ അവിചാരിതമായിരുന്നു. സേഠ് ജുമ്മുലാലിൻ്റെ കൊച്ചുമകൻ വിവേക് റുത്തിയ തൻ്റെ പിതാവിൻ്റെ മരണശേഷം പഴയ കുടുംബരേഖകളും വിൽപ്പത്രങ്ങളും പരിശോധിച്ചപ്പോഴാണ് ഈ വായ്പയെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കത്തിടപാടുകളും കണ്ടെത്തുന്നത്. 1937 ജുമ്മുലാൽ അന്തരിച്ചുവെങ്കിലും വായ്പാ തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബത്തിൻ്റെ സ്വകാര്യ രേഖകളിൽ ഭദ്രമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഔദ്യോഗികമായി കൈപ്പറ്റിയ ഈ തുകയ്ക്ക് അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഇന്നും പ്രസക്തിയുണ്ടെന്ന് വിവേക് റുത്തിയ വിശ്വസിക്കുന്നു. ഒരു പരമാധികാര രാഷ്ട്രം മുൻപൊപ്പിട്ട സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥമാണെന്ന തത്വം മുൻനിർത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നിയമപരമായ നോട്ടീസ് അയക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ കുടുംബം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ഈ 35,000 രൂപയുടെ ഇന്നത്തെ മൂല്യം കോടികൾ വരും. 1917 സ്വർണ്ണവിലയും ഇന്നത്തെ സ്വർണ്ണവിലയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ തുകയുടെ വലിപ്പം വ്യക്തമാകും. ഒരു സാമ്രാജ്യത്തിൻ്റെ യുദ്ധപ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായ ഈ തുക പലിശയും മൂല്യവർദ്ധനവും കണക്കാക്കിയാൽ ഒരു വലിയ ഭാഗ്യമായി മാറും. നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം കേസുകൾ അതീവ സങ്കീർണമാണ്. എങ്കിലും കൃത്യമായ രേഖകളുടെ പിന്തുണയുണ്ടെങ്കിൽ ചരിത്രപരമായ കടബാധ്യതകൾ അന്താരാഷ്ട്ര നീതിന്യായ വേദികളിലെ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സാമ്പത്തിക ഇടപാടുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം നിയമപരമായ വലിയൊരു പോരാട്ടത്തിനാണ് തുടക്കമിടുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് സെഹോറിലെയും ഭോപ്പാലിലെയും ഏറ്റവും പ്രബലമായ ഭൂവുടമകളായിരുന്നു റുത്തിയ കുടുംബം. ഇന്നും സെഹോർ പട്ടണത്തിൻ്റെ ഏതാണ്ട് 20 മുതൽ 30% വരെ ഭൂമി ഈ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ഇടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ കൃഷി, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ സജീവമാണെങ്കിലും പഴയകാലത്തെ നാമമാത്രമായ വാടക നിരക്കുകളും ഭൂമി തർക്കങ്ങളും അവരെ അലട്ടുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ മുത്തശ്ശൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നൽകിയ ആ വലിയ സഹായം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാനും അർഹമായത് തിരികെ നേടാനുമുള്ള ഉറച്ച തീരുമാനത്തിലാണ് വിവേക് റുത്തിയ. അധികാരത്തിൻ്റെ ദ്രംഷ്ടകൾക്ക് മുന്നിൽ സാധാരണക്കാരായ ഇന്ത്യക്കാർക്കും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് ഈ കടപ്പാത്രം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.